നന്നായിട്ട് കച്ചവടം അറിയുന്ന നല്ല ബിസിനസ്സുകാരനായിരിക്കും. പൊതുവെ എല്ലാവർക്കും അംഗീകരിക്കാവുന്ന നല്ല പേഴ്സണാലിറ്റി ഒക്കെ ആയിരിക്കും. നമ്മൾ പറഞ്ഞ പോലെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഇതുപോലെ കുറേ ഗുണഗണങ്ങളും ഉണ്ടാവും. പക്ഷേ ഒരൊറ്റ കാര്യത്തിൽ എന്താ പറയുക, മുൻകോപം, എടുത്തുചാട്ടം, ക്ഷിപ്രകോപം എന്നൊക്കെ പറയില്ലേ, വളരെ അഗ്രസീവായ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ടീം അംഗങ്ങളെ അല്ലെങ്കിൽ വീട്ടിൽ കുടുംബത്തെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വേദനിപ്പിക്കുക, മുറിവേൽപ്പിക്കുക എന്നതിൽ ഇയാളുടെ ഒരു വലിയ വീക്ക്നെസ്സായി വരും. ഇത് കച്ചവടത്തെ ആകമാനം കീഴ്മേൽ മറിച്ച് കളയും. കാരണം ബന്ധങ്ങളാണല്ലോ ബിസിനസ്, ബന്ധങ്ങളാണ് ലൈഫ്. ബന്ധം മുറിഞ്ഞു പോയാൽ ആ മുറിക്കുന്ന വാക്കുകളാണ് പലപ്പോഴും ഇയാൾക്കെതിരെയുള്ള വലിയൊരു വെപ്പണായിട്ട് മാറുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മാത്രം പോരാ, നമ്മുടെ ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വൈകാരിക പക്വതയില്ലേ, വളരെ മാന്യമായി പക്വമായി പരിപക്വമായൊരു പാകതയിൽ നമ്മൾ പെരുമാറാൻ പഠിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഷോർട്ട് ടെമ്പേർഡ് ആയി കഴിഞ്ഞാൽ എല്ലാം പോവും. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു നാടൻ അറബി വന്നിട്ട് ചോദിക്കുക, സ്വർഗം കിട്ടാൻ എന്ത് ചെയ്യണം, എളുപ്പത്തിൽ സ്വർഗം കിട്ടാൻ എന്ത് ചെയ്യണം? അപ്പം പറഞ്ഞു, നീ കോപിക്കല്ലേ. ഇത് മാത്രം മതിയോ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ അപ്പോഴും പറഞ്ഞു, നീ കോപിക്കല്ലേ. മൂന്നാമത് ചോദിക്കേണ്ടത്, ഇത് മതി, ഇതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടുമോ? പ്രവാചകരെ, നീ ഒരിക്കലും കോപിക്കല്ലേ. 3 തവണ ആവർത്തിച്ചു. അപ്പോൾ ഒരു സ്വർഗത്തോളം വലിയ ഗിഫ്റ്റ് കിട്ടാൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലോകത്ത് നമ്മുടെ സംരംഭം വിജയിക്കാൻ, നമ്മുടെ ജീവിതം വിജയിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് പ്രധാനം.